മാന്യപ്രേക്ഷകർക്ക് ജെയിംസ് വിഷനിലേക്ക് വീണ്ടും സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് ചെന്നൈയിലാണ്. ചെന്നൈയിൽ മറീന ബീച്ചിനോട് ചേർന്നുള്ള കുറച്ച് സ്മാരകങ്ങൾ കാണുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അത് ആരുടെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിമാരായിരുന്ന MGRൻ്റെയും ജയലളിതയുടെയും കരുണാനിധിയുടെയും ഒക്കെ സ്മാരകങ്ങളാണ്. അപ്പോൾ അവിടെയാണ് അവർ സംസ്കരിച്ചിരിക്കുന്നത്. ഈ അണ്ടർപാസിലൂടെ കടന്നു വേണം നമ്മൾ ബീച്ച് സൈഡിലെത്താൻ. അങ്ങനെ ഞങ്ങൾ റോഡിൻ്റെ അടിയിലൂടെയൊക്കെ കടന്ന് ഇക്കരെ എത്തിയിരിക്കുകയാണ്. എത്തുമ്പോൾ തന്നെ ഇതുപോലത്തെ ഒരു സ്റ്റാച്യൂവും കാര്യങ്ങളും ഒക്കെ കാണാം. വിശാലമായ ഫുട്പാത്തുണ്ട്. ബീച്ചിലേക്കുള്ള ഒരു എൻട്രൻസ് കൂടിയാണ് ഈ ഭാഗം. ഇവിടെ എല്ലാം കച്ചവടങ്ങൾ പൊടിപൊടിക്കുകയാണ്, പലതരത്തിലുള്ള കച്ചവടങ്ങൾ. പശുവും കാളയും ഒക്കെ ധൈര്യമായിട്ട് ഉലാത്തുന്നുണ്ട് ഇവിടെ. പ്രായഭേദമന്യേ വളരെയധികം ആൾക്കാരിവിടെ ടൈം പാസിനും എൻജോയ്മെൻറ്റിനുമായിട്ടൊക്കെ വന്നിരിക്കുന്നത് കാണാം. നിരത്തുകളിൽ പായയോ തുണിയോ ഒക്കെ വിരിച്ചിട്ട് വളരെ ചെറിയ കച്ചവടങ്ങൾ ചെയ്യുന്ന സ്ത്രീകളെയൊക്കെ ഇവിടെ കാണാം. ചിലരുടെ കയ്യിൽ കുഞ്ഞുങ്ങളുമുണ്ട്. ഞങ്ങൾ ക്ഷീണം മാറ്റാൻ ഒരു ചായയൊക്കെ കുടിച്ചു. വലിയ ബീച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് കടലിനരികെ എത്തണമെങ്കിൽ ബീച്ചിൽ കൂടി കുറേ ഉള്ളിലേക്ക് നടക്കേണ്ടതായിട്ടുണ്ട്. കുതിരസവാരി ആഗ്രഹിക്കുന്നവർക്കായി അതിനും റെഡിയായി ഇവിടെ ആൾക്കാർ നിൽപ്പുണ്ട്. കസ്റ്റമേഴ്സിൻ്റെ ആവശ്യപ്രകാരം തത്സമയം ചരടുകൊണ്ട് എന്തോ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്ത്രീ. കുട്ടികളാണ് കൂടുതലും കസ്റ്റമേഴ്സായി കാണുന്നത്. ബീച്ചൊക്കെ ചുറ്റിയടിച്ച് വരുമ്പോഴേക്കും സമയം വൈകിപ്പോയാലോ എന്ന സംശയത്താൽ ഞങ്ങൾ ആദ്യം മെമ്മോറിയൽ സന്ദർശിക്കാമെന്ന് തീരുമാനിച്ചു. AIADMKയുടെ ചിഹ്നമായ 2 ഇല രൂപത്തിലാണ് മെയിൻ ഗേറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 8.25 ഏക്കറോളം ഏരിയയിൽ വ്യാപിച്ചു കിടക്കുകയാണ് ഈ മെമ്മോറിയൽ. മുൻ തമിഴ്നാട് മുഖ്യമന്ത്രിമാരായിരുന്ന MGRും അനുയായി ജയലളിതയും ഇവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. തുടക്കത്തിൽ തന്നെ 2 പേരുടെയും ഓരോ അർദ്ധകായ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും കുറേ നടക്കാനുണ്ട് സ്മാരകത്തിനടുത്തെത്താൻ. ചെടികളും പൂക്കളും കൈവരികളും ലൈറ്റുകളും ടൈൽസും ഗ്രാനൈറ്റും മാർബിളും ഒക്കെ ആയിട്ട് വളരെ വൃത്തിയായിട്ടാണ് ഈ സ്മാരകങ്ങളെല്ലാം എപ്പോഴും നിലനിർത്തിയിരിക്കുന്നത്. ഈ കാണുന്നതാണ് MGR സ്മാരകം. ഇവിടെയാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്നത്. തമിഴ് സിനിമയിലെ പ്രമുഖ നടന്മാരിൽ ഒരാളായിരുന്ന MGR 1977 മുതൽ തൻ്റെ മരണം വരെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്നു. 1987 ഡിസംബർ 24 70-ാം വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. മരണാനന്തരം 1988 അദ്ദേഹത്തിന് ഭാരതരത്ന ബഹുമതിയും ലഭിച്ചു. ഇവിടെ നിന്ന് ഈ തൊട്ടടുത്തായിട്ട് കാണുന്നതാണ് ജയലളിതയുടെ സ്മാരകം. 6 തവണകളായി 14 വർഷത്തിലേറെ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. ജയറാം ജയലളിത എന്നാണ് പൂർണ്ണനാമം. അത് ചുരുക്കിയാണ് ജയലളിത എന്ന് വിളിക്കപ്പെടുന്നത്. തമിഴ്നാട് മക്കൾ സ്നേഹത്തോടെ അമ്മ, പുരട്சி തലൈവി, കലൈസെൽവി എന്നുമൊക്കെ വിളിക്കാറുണ്ട്. കഴിവുറ്റ ഒരു രാഷ്ട്രീയക്കാരി എന്നതിനുപരി സിനിമാ നടി, ക്ലാസിക്കൽ നർത്തകി, ഗായിക, എഴുത്തുകാരി എന്നിങ്ങനെയുള്ള മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. 1972 തമിഴ്നാട് സർക്കാരിൻ്റെ കലൈമാമണി പുരസ്കാരം ലഭിച്ചു. 2016 ഡിസംബർ 5 68-ാം വയസ്സിലാണ് ജയലളിത മരിക്കുന്നത്.
സ്മാരകത്തോട് അനുബന്ധമായി അണ്ണ മ്യൂസിയവും അമ്മ മ്യൂസിയവും ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ബൈ ദി പീപ്പിൾ ഫോർ ദി പീപ്പിൾ എന്ന അമ്മയുടെ ആദർശം ഈ സ്മാരകത്തിൽ ലിഖിതം ചെയ്യപ്പെട്ടിരിക്കുന്നു. നല്ല വലിയ ഒരു ഉദ്യാനത്തിൽ പോയ ഫീലാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുക. അങ്ങനെ ഞങ്ങൾ MGRൻ്റെയും ജയലളിതയുടെയും സ്മാരകത്തിൽ നിന്ന് പുറത്തിറങ്ങി തൊട്ടടുത്തായിട്ടുള്ള ഇതേപോലെ തന്നെ മുൻ തമിഴ്നാട് മുഖ്യമന്ത്രിമാരായിരുന്ന M കരുണാനിധിയുടെയും അണ്ണാദുരൈയുടെയും സ്മാരകത്തിലേക്ക് നീങ്ങുകയാണ്. അവരുടെ 2 പേരുടെയും ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ഒരു പടുകൂറ്റൻ ഗേറ്റാണ് ഏറ്റവും മുന്നിലുള്ളത്. ഈ സ്മാരകവും നമ്മൾ മുമ്പ് കണ്ടു കഴിഞ്ഞ സ്മാരകം പോലെ തന്നെ വളരെ ഭംഗിയായും വൃത്തിയായിട്ടുമാണ് നിലനിർത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കവി ഇളങ്കോവടികളുടെ ഒരു സ്റ്റാച്യു ആണ്. മഹാകാവ്യങ്ങളിലൊന്നായ ചിലപ്പതികാരത്തിൻ്റെ രചയിതാവാണ് അദ്ദേഹം. ഇവിടെയും 2 തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിമാരുടെ സ്മാരകങ്ങളാണുള്ളത്. ഒന്ന് കരുണാനിധിക്ക് മുൻപേ മുഖ്യമന്ത്രിയായിരുന്ന CN അണ്ണാദുരൈയുടെയും രണ്ടാമത് M കരുണാനിധിയുടെയും. അണ്ണാദുരൈയുടെ സ്റ്റാച്യു ആണ് ഈ കാണുന്നത്. വെണ്ണക്കല്ലിൽ കൊത്തിയെടുത്ത മാതിരി വലിയ 2 ആനക്കൊമ്പുകൾക്ക് നടുവിലായിട്ടാണ് അത് സ്ഥാപിച്ചിരിക്കുന്നത്. സ്റ്റാച്യുവും മറികടന്ന് കുറെ കൂടി ചെല്ലുമ്പോഴാണ് ശരിക്കും നമുക്ക് അദ്ദേഹത്തിൻ്റെ സ്മാരകത്തിന് അടുത്തെത്താൻ സാധിക്കുന്നത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ സ്മാരകം. അതിനോട് അനുബന്ധമായി മാർബിളിൽ തീർത്ത വാളിൻ്റെ രൂപത്തിലുള്ള വലിയൊരു സ്തംഭമുണ്ട്. അണ്ണാദുരൈയുടെ ഈ സ്മാരകത്തെ ഔദ്യോഗികമായി പെരറിഞ്ചർ അണ്ണ മെമ്മോറിയൽ എന്നറിയപ്പെടുന്നു. 1969 ഫെബ്രുവരി 3-ാം തീയതി 59-ാം വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. എല്ലാ സ്മാരകത്തോടും ചേർന്ന് കെടാതെ സൂക്ഷിക്കുന്നതായ ഓരോ വിളക്കുകളും ഉണ്ട്. അവിടെ നിന്നും നമ്മൾ നേരെ കുറെ കൂടെ നടക്കുമ്പോഴാണ് M കരുണാനിധിയുടെ സ്മാരകത്തിലെത്തുന്നത്. ആയിരക്കണക്കിന് സന്ദർശകരാണ് ദിവസവും ഈ സ്മാരകങ്ങൾ കാണാനെത്തുന്നത്. ഇതാണ് കരുണാനിധിയുടെ സ്റ്റാച്യു. അതും കടന്ന് കുറെ കൂടി നേരെ ഉള്ളിലേക്ക് പോകണം അദ്ദേഹത്തിൻ്റെ സ്മാരകത്തിനടുത്തെത്താൻ. മുത്തുവേൽ കരുണാനിധി എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം. ഈ കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ സ്മാരകം. അതിനോട് ചേർന്ന് തന്നെ ലൈറ്റുകളിൽ തീർത്ത അദ്ദേഹത്തിൻ്റെ വലിയൊരു രൂപവും സ്ഥാപിച്ചിട്ടുണ്ട്. 1969-നും 2011-നും ഇടയ്ക്ക് 5 തവണകളായി ഏകദേശം 2 പതിറ്റാണ്ടോളം അദ്ദേഹം തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്നു. കലാകാരൻ എന്നർത്ഥമുള്ള കലൈഞ്ചർ എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. 2018 ഓഗസ്റ്റ് 7-നാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അങ്ങനെ 2ാമത്തെ സ്മാരകവും കണ്ട ശേഷം ഞങ്ങൾ തൽക്കാലം ഇവിടുന്ന് മടങ്ങുകയാണ്. കുറച്ച് ദൂരെയായിട്ട് നമുക്ക് MGRൻ്റെ സ്മാരകം ഇവിടെ നിന്നും കാണാൻ സാധിക്കും. സന്ധ്യയായപ്പോഴേക്ക് ലൈറ്റുകളൊക്കെ തെളിഞ്ഞപ്പോൾ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എത്ര നേരം സ്പെൻഡ് ചെയ്താലും നമുക്ക് മതിയാവില്ല ഇവിടെ. അവിടെ നിന്നും ഇറങ്ങി ഞങ്ങൾ വീണ്ടും മറീന ബീച്ചിലേക്ക് നടക്കുകയാണ്. അവിടുത്തെ സന്ധ്യാകാഴ്ചകളൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി. പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ട്, പിന്നെ പല എൻ്റർടൈൻമെൻറ്റുകളുണ്ട്, പല വിധത്തിലുള്ള ഷോപ്പിംഗ് സ്റ്റാളുകളൊക്കെ ഉണ്ട്. അതൊക്കെ കുറേ നേരം കറങ്ങി നടന്ന് കണ്ട ശേഷം ഞങ്ങൾ തിരികെ മെയിൻ റോഡിലേക്ക് പോവുകയാണ്.
അപ്പോൾ കുറേ ദൂരമുണ്ട് മെയിൻ റോഡ് വരെ എത്താൻ. രണ്ട് സൈഡിലും ഷോപ്പുകളുള്ളത് കൊണ്ട് കാഴ്ചകൾ കണ്ടു പോകാം. മണലായതുകൊണ്ട് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇന്ന് കുറേ നടക്കുകയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ വെച്ച് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ സന്ദർശിക്കുന്നത് ഒരു അമ്പലമാണ്. കാപാലീശ്വര ക്ഷേത്രം എന്നാണ് ഇതിൻ്റെ പേര്. ചെന്നൈയിൽ മൈലാപ്പൂരിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് നിർമ്മിച്ചിട്ടുള്ളത് AD 7-ാം നൂറ്റാണ്ടിലാണ്. ദ്രാവിഡ വാസ്തുവിദ്യയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പൂജയ്ക്ക് ആവശ്യമായ പൂക്കളും മറ്റു വസ്തുക്കളുമൊക്കെ വെളിയിൽ കച്ചവടം അങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നു. കപിലേശ്വരർ എന്ന പേരിൽ ശിവൻ പൂജിക്കപ്പെടുന്നു. പാർവതിയെ കർപ്പകമ്പാൾ ആയി ചിത്രീകരിക്കുന്നു. ധാരാളം പേരാണ് ദിവസവും ഇവിടെ പ്രാർത്ഥനയ്ക്കും പൂജയ്ക്കും ഒക്കെ ആയിട്ട് എത്തുന്നത്. കൂട്ടത്തിൽ ധാരാളം വെള്ളക്കാരെയും കാണുന്നുണ്ട്. പാദരക്ഷകൾ പുറത്തിട്ടിട്ട് വേണം കോവിലിനുള്ളിലേക്ക് കടക്കാൻ. ഞങ്ങളും എന്തായാലും പാദരക്ഷകൾ പുറത്തിട്ട് കോവിലിലേക്ക് കയറി. ഒരു ഭാഗത്തായിട്ട് ഭക്തജനങ്ങൾക്കൊക്കെ നിവേദ്യമൊക്കെ നൽകുന്നുണ്ട്. വളരെ മനോഹരങ്ങളായ കൊത്തുപണികളാണ് ക്ഷേത്ര ഗോപുരങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. ഇനിയിപ്പോൾ ഞങ്ങൾ ചെന്നൈ താമസിക്കുന്ന ഹോട്ടലിന് അടുത്തേക്ക് ഇവിടുന്ന് 10 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ ഇനിയും പുറത്തിറങ്ങി ഓട്ടോ വല്ലതും വിളിച്ച് നേരെ റൂമിൽ പോയി റെസ്റ്റ് എടുക്കാം. അതിനുശേഷം വീണ്ടും പുറത്തിറങ്ങണം എന്നുള്ള പ്ലാനിങ്ങിൽ നീങ്ങുകയാണ്.